എന്റെ അച്ഛൻ തന്ന ലക്ഷങ്ങൾ തിരികെ തരാതെ നിന്നെ ഞാൻ വിടത്തില്ലടാ. നന്ദി കെട്ട നായേ. വർഷം 20 നിന്നെ സഹിക്കാൻ തുടങ്ങിട്ട്. ഈ ആടി നിനക്ക് ഞാൻ നേരത്തെ വരണ്ടായിരുന്നു. നീ ഒരു കാര്യം കേട്ടോ, എനിക്ക് നല്ലൊരു ജോലി ആയിട്ടുണ്ട്. ഇവിടുത്തെ പകുതി പണി ചെയ്താൽ മതി. ആ ശമ്പളം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സുഖിച്ച് ജീവിക്കും. എന്നിട്ട് വേണോടി എനിക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ. എടാ, നിനക്ക് നാണം ഉണ്ടെങ്കിൽ നിന്റെ 4 പെങ്ങന്മാരെ കെട്ടിക്കാൻ തന്ന പൈസ ഇവിടെ വെച്ചിട്ട് പോ. നാണം കെട്ടവനെ. 20 വർഷം കൊണ്ടേ എന്റെ 100 പെങ്ങന്മാരെ കെട്ടിക്കാനുള്ള കാശിന്റെ പണി ഞാൻ എടുത്തിട്ടുണ്ട്. കണക്ക് പറഞ്ഞത് ഇങ്ങോട്ട് വല്ലതും തരേണ്ടി വരും. ഓടിയില്ലേ അവിടെ അമ്മയെ കെട്ടിച്ച കണക്ക് കൊണ്ടുവന്നിട്ട്. ആഹാ, വന്നല്ലോ. എനിക്കറിയാടോ താൻ ഇവിടെ തന്നെ തിരിച്ചു വരുമെന്നുള്ളത്. പട്ടി ചന്തയ്ക്ക് പോയ പോലെ വന്നേക്കുക. തനിക്കേ ഇവിടുത്തെ പശുത്തൊഴുത്തും അടുക്കളയെ പറഞ്ഞിട്ടുള്ളൂ. എന്തായിരുന്നു വലിയ വീരവാദം അടിച്ചിട്ട് പോയതാ. 50,000 രൂപയുടെ സാലറി, മലമറിക്കുന്ന പണി, എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം. എന്നിട്ട് എന്തിയേ വീരവാദം മുഴക്കിയിട്ട് ദാ വന്ന് നിൽക്കുന്നു. നോണം കെട്ടവൻ. എന്തായാലും വന്ന കാലം നിൽക്കാതെ അടുക്കളയിലോട്ട് പോയാട്ടെ. എടാ മോനെ, ഇതിന് മറുപടി ഞാൻ പറയണോ അതോ നീ പറയുന്നു? മോനെ, നീ എപ്പോ വന്നു? നീ അമ്മയോട് ഒരു വാക്ക് പോലും പറയാതെ വന്നത്? വരുന്ന വഴി അമ്മേ, എയർപോർട്ടിൽ വന്നു. ഞാൻ അച്ഛനടുത്തോട്ട് പോയി, അച്ഛനെ കൂടി ഇങ്ങോട്ട് പോകുന്നു. നീയാണോ ഇയാളെ വിളിച്ചോണ്ട് വന്നത്? ആ, അതെന്തായാലും നന്നായി. അടുക്കളയിലേക്ക് ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. വാ, മോൻ കയറി വാ. മോനെ, കഴിഞ്ഞ ആഴ്ച നീ വിളിച്ചതിനെക്കാട്ടി ഒത്തിരി ക്ഷീണിച്ചല്ലോടാ കുഞ്ഞെ. നീ എന്താ ഒന്നും കഴിക്കത്തില്ലേ? അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് നല്ലതുപോലെ കഴിപ്പിച്ച് നല്ല ശരീരമൊക്കെ പുഷ്ടിപ്പെടുത്തിയിട്ട് അമ്മ ഇനി മോനെ വിടുള്ളൂ കേട്ടോ. ഓക്കെ? ആഹാ, എങ്ങോട്ടാ? ഒരു കാര്യം ചെയ്, നേരെ പോയി ഷർട്ടും പാൻറ്റും ഒക്കെ ഊരിയിട്ടിട്ട് അടുക്കളയിലോട്ട് കയറിക്കോ. ഒരുപാട് പണിയുണ്ട്. പഴയതുപോലെ എന്നെ അനുസരിച്ച് നിൽക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ഇല്ലെങ്കിൽ പൊയ്ക്കോ. ഞാൻ എന്റെ മോൻ വിളിച്ചിട്ടാ വന്നത്. ഞാനൊരു രാജാവിനെ പോലെ കഴിയാൻ വന്നതാ. പണ്ടത്തെ പോലെ നിന്നെ അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിന്നോട് പറയും, അത് നീ അങ്ങ് അനുസരിക്കും കേട്ടോടി. ഞാൻ അനുസരിക്കാനോ? എന്റെ പട്ടി അനുസരിക്കും. നിർത്തമേ, കുറെ നാളായിട്ട് ഞാൻ കാണുന്നു നിങ്ങൾ ഈ മനുഷ്യനായിട്ട് കഷ്ടപ്പെടുത്തുന്നത്. നിങ്ങളെ എന്റെ സ്വന്തം അച്ഛനെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയപ്പോഴേ എനിക്ക് അച്ഛന്ന് വിളിക്കുക ഈ മനുഷ്യനെ ഉള്ളായിരുന്നു. മോനെ, നീയും ഇയാളുടെ സൈഡ് പിടിച്ചാണോ പറയുന്നേ? ഞാൻ ആരുടെയും സൈഡ് പറയുന്നില്ല. ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു. എൻ്റെ അച്ഛൻ ഈ വീട്ടിൽ ഇറങ്ങിപ്പോയപ്പോഴേ ഈ വീടും വസ്തുവും എൻ്റെ പേർക്ക് എഴുതി തന്നേക്കണം. ഈ വീട്ടിൽ ആരെ നിൽക്കണം പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. അമ്മയ്ക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിൽക്കാം. അതും അച്ഛൻ പറയുന്നത് കേട്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് പോകാം. താൻ കുറെ നേരമായിട്ട് ഒരച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം വെള്ളം കിടക്കുക. താണ്ട എന്റെ ഗസ്റ്റ് വന്നപ്പോ തിന്ന പാത്രമെല്ലാം അവിടെ കിടപ്പുണ്ട്. താണ്ട മിച്ചറെല്ലാം താഴെ കിടക്കുന്നു. തനിക്ക് എന്താ പണിയാ ഇവിടെ? ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചൂടെ? എടിയത് ഞാൻ കഴുകി വെച്ചോളാം. ആ പിള്ളേർ ഇവിടെ വന്നിട്ട് ഐസ്ക്രീം ഒക്കെ വെച്ച് തേച്ച് ഇവിടെ നാശമൊക്കെ വെച്ചോളൂ. ഞാൻ തുടച്ച് വൃത്തിയായിക്കോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കഴുകി വെച്ചോളാം. അടുത്ത ഗസ്റ്റ് വരുന്നുണ്ടെന്ന്. അതിനു മുന്നേ ഇത് മൊത്തം വൃത്തിയാക്കി കഴുകി വെച്ചോ. ഇതാണ്ട് ഇവിടെ മൊത്തം താഴെ മിച്ചർ കിടക്കുക. പെരയെല്ലാം തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടേക്കണം. ചുമ്മാ തിന്നാനായിട്ട് കൊണ്ടിരുന്നോളും പോത്ത്. എന്താടി നടു കഴിക്കുന്നു? അവിടെ ഒരച്ച് കഴിയടി. കുറച്ചു നാൾ സൂചിച്ചല്ലയോ?
ഉച്ചയ്ക്ക് എന്റെ അപ്പച്ചിയുടെ മോള് വരുന്നുണ്ട്. ഈ കോലത്തിലെങ്ങാണ് അവിടോട്ട് കേറി വന്നാല് എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ആ എടി കള്ളപ്പണി എടുക്കാടി, നല്ലതായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് തുടക്കടി അങ്ങോട്ട്. അവിടെ ഒക്കെ പൊടി ഇരിക്കുന്നത് നല്ലതായിട്ട് തുടങ്ങി. എനിക്ക് അലർജിയൊക്കെ ഉള്ളതാ, ഞാൻ കുറെ തുടച്ചതാ. ഏയ് അച്ഛൻ വന്നിട്ടുണ്ട്, പോയി ചായ ഉണ്ടാക്കും. പണിയെടുത്ത് മനുഷ്യന്റെ നാട് കൊടിഞ്ഞ് വയ്യ, ചത്ത് കെട്ടിയാൽ മതിയായിരുന്നു. ആ അപ്പൂപ്പ വാമോനെ, മോൻ വന്നെന്നറിഞ്ഞു. ആ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇനി എന്ന് പോണം? കുറച്ച് നാളുണ്ട്, ഇച്ചിരി കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്, അതുകൊണ്ടേ പോകുന്നുള്ളൂ. പിന്നെ സുഖമാണോ? ആ സുഖം. പിന്നെ എന്തുണ്ട്? ഒന്നുമില്ല മോനെ. അവിടെ ക്ഷീണിച്ചല്ലേ അങ്ങ്? ഓ നേരത്തെ കെട്ടി പ്രായമൊക്കെ ആയില്ലേ. എടി ഒരു ചായ പറഞ്ഞിട്ട് എത്ര നേരമായിടി? നീ എന്താ അവിടെ തേയില കൃഷി നടത്തുന്നോ? ഡേ എന്റെ അച്ഛനെ ഇഷ്ടമൊന്നുമില്ല. ആ ചായ എടുത്ത് കയ്യിലോട്ട് കൊടുക്കടി, കൊടുക്കടി. അച്ഛാ ചായ അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കടി, മര്യാദയൊക്കെ പഠിക്കടി. അച്ഛാ ചായ. ഇപ്പോഴാടാ മോനെ നീ ആണായത്. ഏയ് നീ എങ്ങോട്ട് പോയി തിരുത്തി പിടിച്ച്? ആ തൊഴുത്തിൽ പോയി വൃത്തിയാക്കി. നിന്റെ അച്ഛൻ വരെ വൃത്തിയാക്കാൻ. മതി, നമുക്കും ഇല്ലോടെ പെൺമക്കള്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടിൽ ഒരുപാട് ക്ഷീണിച്ചിരിക്കുക അവൾ. ഈ ജോലി മൊത്തം ഇവളാ ചെയ്യുന്നതെന്ന് അവളെ കണ്ടാൽ മനസ്സിലാവും. എന്റെ പൊന്നച്ച, അവൾ എന്നോട് ചെയ്ത് വെച്ച് നോക്കി ഇതൊന്നും ഒന്നും അല്ല. അവൾ ആകെ 2 ആഴ്ചയല്ലേ അവളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ 20 വർഷം എടുക്കണം കഷ്ടപ്പെട്ടതാ. ചെയ്യട്ടെ അങ്ങോട്ട് ചെയ്ത് അവിടെ നാട് കൂടിയട്ടെ, എന്നാലേ എന്റെ വില പഠിക്കത്തുള്ളൂ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എൻ്റെ തെറ്റാ. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയതാ. എൻ്റെ അച്ഛൻ കുടിയനായിരുന്നു. എൻ്റെ അമ്മയെ ദിവസവും കുടിച്ചിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അത് കണ്ടാ ഞാൻ വളർന്നത്. എൻ്റെ അച്ഛനോടുള്ള വെറുപ്പ് കാരണം എല്ലാ ആണുങ്ങളെയും വെറുക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ ഈ സ്വഭാവം കാരണമാണ് ആദ്യത്തെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയത്. അതിനുശേഷം രഞ്ജിത്ത് എന്നെ കല്യാണം കഴിച്ചു. അപ്പോഴും ഞാൻ ഇത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ രഞ്ജിത്ത് ഇവിടുന്ന് 2 ആഴ്ച പോയപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴോ രഞ്ജിത്തിനെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലായി. രഞ്ജിത്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ ദേഷ്യം കാണിച്ചെങ്കിൽ കൂടി എനിക്ക് രഞ്ജിത്തിനെ അത്രയേറെ ഇഷ്ടമായിരുന്നു. എൻ്റെ ഉള്ളിലെ ഈഗോ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് അത്രയേറെ ഇഷ്ടമാണ് രഞ്ജിത്തിനെ. സോറി. അമ്മ ഇങ്ങനെ കരയല്ലേ? അമ്മ കരയുന്നതാണ് എനിക്കിഷ്ടമല്ല. അമ്മ എപ്പോഴും ബോൾഡായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ അമ്മയെന്നും അച്ഛനെ കാട്ടി ഒരുപടി താന്ന് നിൽക്കണം, എനിക്കത്രേ പറയുള്ളൂ. താഴെയൊന്നും നിൽക്കണ്ടടാ, ഒപ്പത്തിനൊപ്പം നിന്നോട്ടെ. ഒരു വീടായ ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കണം. ഇവളുടെ കണ്ണീരിന് സത്യം ഉണ്ടെങ്കിൽ ഇനി മുതൽ ഇതൊരു സന്തോഷമുള്ള വീടായിരിക്കും, അല്ലയോടി? ഇപ്പോഴാ മോനെ ഇതൊരു കുടുംബമാണ്. അച്ഛൻ ഒരുപാട് സന്തോഷമായി.